നമ്മൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾ നമ്മുടെ കയ്യിൽ നിന്നും മൊബൈൽ ഷാഢ്യം പിടിച്ച് വാങ്ങാറുണ്ട്. അവരെന്താ ചെയ്യുക? അവർ യൂട്യൂബിൽ വീഡിയോസ് കാണും, അതുപോലെ തന്നെ ഗൂഗിളിൽ പല കാര്യങ്ങളും സെർച്ച് ചെയ്യും. അവർ പ്ലേ സ്റ്റോറിൽ നിന്നും പല ആപ്ലിക്കേഷൻസുകളും ഇൻസ്റ്റാൾ ചെയ്യും, പല ഗെയിമുകളും ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഇൻ്റർനെറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാം. അവർക്ക് നെറ്റ് സംബന്ധമായ ഏതൊരു സൈറ്റും ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ഒരു ട്രിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ കണക്ഷൻസ് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ ആക്സസ് പോയിൻറ്റ് നെയിംസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്കത് കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ ആക്സസ് പോയിൻറ്റ് നെയിംസ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ മതി. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ ഈ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്സസ് പോയിൻറ്റ് നെയിംസ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ഏത് കണക്ഷനാണോ ഉള്ളത് അത് ഇവിടെ കാണിക്കും. 2 സിം ആണെങ്കിൽ 2 സിമ്മിൻ്റെ കണക്ഷനും ഇവിടെ കാണിക്കും. നിങ്ങൾ മൊബൈൽ ഡാറ്റ ഏതിലാണ് യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒറിഡോ എന്ന ഒരു കണക്ഷനാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാനിവിടെ നെറ്റ് ഓണിലാണ് ഉള്ളത്, അതായത് മൊബൈൽ ഡാറ്റ ഓണിലാണ് ഉള്ളത്. ഞാനത് സെലക്ട് ചെയ്യാണ്. അത് സെലക്ട് ചെയ്ത ഉടനെ ഒരുപാട് ഓപ്ഷൻസുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വലതുവശത്ത് 3 ഡോട്ട്സ് കാണാം. ചില മൊബൈലിൽ താഴ്ഭാഗത്ത് മോർ എന്നൊരു ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാകുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ വലതുവശത്ത് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ഡിലേറ്റ് APN എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനത് ഡിലേറ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഡിലേറ്റ് കൊടുത്തു. അതിനുശേഷം ഞാൻ ബാക്ക് വന്നു. ഇനി ഞാനൊന്ന് യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. യൂട്യൂബ് ഓപ്പൺ ആകുന്നില്ല. നിങ്ങൾക്കിവിടെ കാണാം മൊബൈൽ ഡാറ്റ ഓണിലാണുള്ളത്, പക്ഷേ യൂട്യൂബ് ഓപ്പൺ ആകുന്നില്ല. ഇനി ഞാൻ ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഗൂഗിൾ ക്രോം അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സെർച്ച് ചെയ്യാണ്. ഇവിടെയൊക്കെ നോ ഇൻ്റർനെറ്റ് എന്നാണ് കാണിക്കുന്നത്. ഇനി കുട്ടികൾക്ക് ഇങ്ങനെ ഇൻ്റർനെറ്റിലേക്ക് പ്രവേശിക്കാൻ, അതായത് നെറ്റ് സംബന്ധമായ കാര്യങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ കുട്ടികൾ ഉടനെ തന്നെ നമുക്ക് മൊബൈലിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന കാരണത്താൽ അവർ തിരിച്ചു തരും. ഇനി നമുക്ക് തിരിച്ചു തന്നാൽ നമുക്കെങ്ങനെ ഇത് വീണ്ടും നെറ്റ് ഉപയോഗിക്കാൻ സാധിക്കും? കാരണം മൊബൈൽ ഡാറ്റ ഇപ്പോൾ ഓണിലാണ് ഉള്ളത്, അത് വർക്കാവുന്നും ഇല്ല. അതിനായിട്ട് നിങ്ങൾ പഴയതുപോലെ തന്നെ ആ ഓപ്ഷനിൽ നിങ്ങൾ പോവുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം കണക്ഷൻസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആക്സസ് പോയിൻറ്റ് നെയിംസ് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ വലതുവശത്ത് ആ 3 ലൈൻസിൽ 3 ഡോട്ട്സിൽ വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് റീസെറ്റ് ടു ഡിഫോൾട്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റീസെറ്റ് കൊടുക്കുക. ഇപ്പോൾ ആ പഴയ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. മൊബൈൽ ഡാറ്റ വീണ്ടും ഇപ്പോഴും ഓപ്പണിൽ തന്നെയാണ് ഉള്ളത്. നമുക്ക് വീണ്ടും ആ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം യൂട്യൂബ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഗൂഗിൾ ക്രോം ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. റീഫ്രഷ് കൊടുത്താൽ ഇവിടെ സംഭവം ഓക്കെ ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളുടെ മൊബൈൽ കുട്ടികൾ വാങ്ങി ഇതുപോലെ അനാവശ്യമായിട്ട് ഇൻ്റർനെറ്റ് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ട്രിക്ക് ഉപയോഗിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സേഫ് ആയിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി മറ്റൊരവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.